ബോസ് മലയാളം സീസൺ 7 എല്ലാ ദിവസവും എപ്പിസോഡിന്റെ അവസാനം അനിമോൾ എന്തെങ്കിലും ഒരു ഈസ്റ്റർ എഗ് നമുക്കായിട്ട് ഇട്ട് തരും കേട്ടോ. അതുകൊണ്ടാണ് അനിമോൾ എന്ന ഗെയിമറിനെ നമ്മൾ മനസ്സ് നിറഞ്ഞിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും എപ്പിസോഡിന്റെ ലാസ്റ്റ് എന്തെങ്കിലും ഒരു സംഭവം കാണും. അത് ഇന്നുമുണ്ട്. അർദ്ധരാത്രി 12:30 1:30 നടക്കുന്ന ഒരു സംഭവമാണ്. നെവിനാണല്ലോ വിന്നിക്ക് നൂബിന് ബെഡ് വിരിച്ചു കൊടുത്തത്. തൊട്ടപ്പുറത്തെ ബെഡിലാണ് നെവിൻ, സാബുമാൻ, ഒനീൽ എന്നിവർ കിടക്കുന്നത്. അപ്പോൾ നെവിനോട് ഓൾറെഡി നൂബിൻ പറയുന്നുണ്ട്, ഞാൻ 19 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്റെ ഭാര്യയെ കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നൂബിൻ. ഫൺ രീതി പറയുന്നതാണ്. ഇവര് എന്താ പറയുക, കെട്ടിപ്പിടിച്ച് കിടന്ന് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടനെ കണ്ട ഒരു കാര്യമൊക്കെ വളരെ എക്സൈറ്റ്മെന്റോടെ പറയുന്നുണ്ട്. ഒരു കുഞ്ഞു കുട്ടിയെ പോലെ അത് വിവരിച്ചു കൊടുക്കുന്നുണ്ട് നൂബിന്റെ അടുത്ത്. അതൊക്കെ വേറെ കാര്യം. അപ്പൊ ഇത് വെച്ചിട്ട് നെവിൻ കളിയാക്കുന്നുണ്ട്. നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. അപ്പൊ കുറെ കഴിഞ്ഞ് അനിമോള് സീനിലേക്ക് എൻ്റർ ആകുകയാണ്. ആര്യനുമായിട്ടൊരു ചെറിയ ഫൺ രീതിയിലുള്ള ഒരു കശപിശയൊക്കെ കഴിഞ്ഞിട്ടാണ് അനിമോള് വരുന്നത്. അനിമോള് വന്നിട്ട് എന്ത് ചെയ്തു, കുറെ പില്ലോ എടുത്തിട്ട് നൂബിന്റെ അപ്പുറത്തായിട്ടൊരു ചൈന വൻമതിൽ പോലൊരു മതിൽ തന്നെ അങ്ങ് തീർത്തു. കണ്ടിട്ട് ചിരി വന്നു കേട്ടോ. അനിക്കുട്ടിക്ക് മാത്രമേ ഞങ്ങളോട് സ്നേഹമുള്ളൂ എന്നൊക്കെ നൂബിൻ പറയുന്നുണ്ട്. സീൻ പിടിക്കാനിരിക്കുന്നവന്മാരൊക്കെ ഇനി സീൻ പിടിക്ക് ഉള്ള രീതിയിലൊക്കെ അനിമോള വെല്ലുവിളിക്കുന്നുണ്ട്. മറൈൻ ഡ്രൈവിൽ ഇരുന്ന് സീൻ പിടിക്കുന്നവന്മാരാ എന്നൊക്കെ അനിമോള് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മൂപ്പിച്ചങ്ങ് പോകുന്നുണ്ട്. ഉടനെ നെവിൻ വന്നിട്ട് ഈ മതിൽ പൊളിക്കുന്നുണ്ട്. ഉറങ്ങിക്കിടന്ന നെവിനാണ് ഇനിയിട്ടിട്ട് മതിൽ പൊളിക്കുന്നുണ്ട്. എന്നിട്ട് ഇവര് തമ്മിൽ ചെറിയൊരു കശവിഷയാവുന്നു. നെവിൻ പോയിട്ട് അനിമോളുടെ ബെഡിൽ കിടക്കുന്നു. അനിമോള് പുതപ്പൊക്കെ പുതപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നീ ഇനി അവരുടെ സീൻ പിടിച്ചോ എന്ന് പറയുന്നുണ്ട്. ആര്യന്റെയും ജസീലിന്റെയും സീൻ പിടിച്ചോ എന്നാണ് ഉദ്ദേശിച്ചത്. ഇതാണ് എപ്പിസോഡിന്റെ അവസാനം കാണിച്ച ആ ഒരു സംഭവം. ഇതൊരു ഫൈറ്റ് ആകുന്നുണ്ടാവും നാളെയോ മറ്റോ. അല്ലാത്ത പക്ഷെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സംഭവം എപ്പിസോഡിനകത്ത് കാണിക്കത്തില്ലല്ലോ. എപ്പിസോഡിന്റെ അവസാനം പിന്നെ വേറെ കോണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് അത്രയും വിസ്തരിച്ച് കാണിച്ചത് എപ്പിസോഡിന്റെ അവസാനം. നെവിൻ ചെയ്തതും പറഞ്ഞതൊക്കെ ഫണ്ണാണെങ്കിൽ അനിമോൾ ചെയ്തതും പറഞ്ഞതൊക്കെ ഫണ്ണാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ നെവിൻ എന്തും പറയാൻ, അല്ലാതെ അനിമോൾക്കൊന്നും പറയാനൊക്കത്തില്ല എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അനിമോള് സീൻ പിടിക്കുന്ന ആ ഒരു കാര്യം പറഞ്ഞതൊക്കെ അത് ഫൺ രീതിയിൽ തന്നെയാണ് അനിമോള് പറഞ്ഞത്. ആ രീതിയിൽ തന്നെ പ്രേക്ഷകർ കാണുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം ഇതൊരു വിവാദമാവാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. കാരണം ഒരു രീതി നോക്കി എല്ലാവരും ഇവരെ ഇങ്ങനെ കളിയാക്കുന്നതൊക്കെ ഇത്തിരി റോങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇത്തിരി അതിരി വിട്ടു പോകുന്ന ലെവലൊക്കെ ഇത്തിരി കോമഡി ഉണ്ട് ഇതിനകത്ത്. പാടെ അങ്ങ് നമ്മള് തെറ്റാന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് വിമർശിക്കുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഫണ്ണും സീരിയസും തമ്മിലുള്ള ഒരു ബോർഡർ ലൈൻ ഉണ്ടല്ലോ. ആ ഒരു ബോർഡർ ലൈനിന്റെ അകത്ത് ഇത് നിൽക്കുന്നോണ്ടാണ് ബിഗ് ബോസ് ഇത് കാണിച്ചത് എപ്പിസോഡിന്റെ അകത്ത്. അത്രേ ഉള്ളൂ. ഇത് ആ രീതിയിൽ കണ്ടാൽ മതി. നെവിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ അനിമോളുടെ ഭാഗത്തോ ഒരു രീതിയിലുള്ള തെറ്റുമില്ല. എന്റെ അഭിപ്രായത്തില് ഇവരെ രണ്ടുപേരും ആക്ടിവിറ്റി ഏരിയയിൽ കിടത്താമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇവരുടേതായ ഒരു പ്രൈവസിയിൽ കിടക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.